വത്തിക്കാനിൽ നടന്ന വിശുദ്ധ പദവി പ്രഖ്യാപനം മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. മറിയം ത്രേസ്യയുടെ രൂപത അധ്യക്ഷനായ ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനും മാർപ്പാപ്പയോടൊപ്പം ശുശ്രൂഷകളിൽ സഹകാർമ്മികത്വം വഹിച്ചു. മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനായി കേരളത്തിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി മലയാളികളുടെ വൻ സാന്നിധ്യമാണ് ദൃശ്യമായത്. വിശുദ്ധ മറിയം ത്രേസ്യ സ്ഥാപിച്ച ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിൽ നിന്നും 250ഓളം സന്യാസിനികളാണ് വത്തിക്കാനിലെത്തിയത്. മദർ മറിയ തെരേസയെ നേരിട്ട് ഞങ്ങൾ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദ സേക്രഡ് ഹാർട്ട്സ് ഈ പങ്കെടുക്കുവാൻ എല്ലാ സാധനത്തിനും വളരെയധികം നന്ദിയുണ്ട്. പക്ഷേ ഇത് നമ്മുടെ നാടിൻ്റെ ഇതായതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വന്നതാണ്. ഒത്തിരി സന്തോഷമായിട്ട് കേരളത്തിന് ഒത്തിരി ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു അവസ്ഥയായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനു പുറമെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ 1000-ലേറെ മലയാളികളാണ് വത്തിക്കാനിലെ ചടങ്ങുകളിൽ പങ്കുകൊണ്ടത്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ മധ്യസ്ഥതയിൽ അത്ഭുത രോഗശാന്തി നേടിയ ക്രിസ്റ്റഫർ എന്ന ബാലനും കുടുംബവും മങ്കടിയാൻ കുടുംബങ്ങളും ചടങ്ങുകളിൽ ശ്രദ്ധാകേന്ദ്രമായി മാറി. ആദ്ലിമിന സന്ദർശനത്തിനെത്തിയ സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാരുടെ സംഘവും ചടങ്ങുകളിൽ പങ്കെടുത്തു. വിശുദ്ധരാക്കപ്പെട്ട 5 പേരിൽ മൂന്നാമതായാണ് മറിയം ത്രേസ്യയുടെ പേര് വിളിച്ചത്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, വത്തിക്കാൻ. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.